ആരാധ്യനാകും അൾത്താരയിൽ ബലിയർപ്പണത്തിൻ മുഹൂർത്തമായി ആത്മാവിലായിരം പുഷ്പവർഷം ആരാധനയുടെ പുണ്യഹർഷം ആരാധ്യനാകും അൾത്താരയിൽ ബലിയർപ്പണത്തിൻ മുഹൂർത്തമായി മാനസം പൂക്കളായി മാറും മിഴികൾ ദീപങ്ങളാകും കൈകൾ കൂപ്പി തിരുസന്നിധിയിൽ ഞങ്ങൾ നീക്കൂ ഹൃദയം അർപ്പിച്ചു നീക്കൂ മാനസം പൂക്കളായി മാറും മിഴികൾ ദീപങ്ങളാകും കൈകൾ കൂപ്പി തിരുസന്നിധിയിൽ ഞങ്ങൾ നീക്കൂ ഹൃദയം അർപ്പിച്ചു നീക്കൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പെന്തക്കോസ്ത തിരുനാൾ സഭയെ നമ്മളിന്ന് കൊണ്ടാടുന്നു. പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ എഴുന്നള്ളി വന്ന കാര്യമാണ് നമ്മളിന്ന് അനുസ്മരിക്കുന്നത്. പരിശുദ്ധാത്മാവ് അവിടെ മേൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അപ്പോസ്തലന്മാർക്ക് യേശുവിനെ പ്രഘോഷിക്കുവാനും യേശുവിന് വേണ്ടി ധീര മരണം വരിക്കുവാനുമുള്ളതായ അനുഗ്രഹം ലഭിച്ചത്. അതാണ് സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നത്. പരിശുദ്ധാത്മാവാണ് ഇന്ന് സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മേലും പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുവാനും വിശ്വാസം കാത്തുപാലിച്ചുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടതായ മനോഭാവമെല്ലാം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ദീപൂജയിൽ ഭക്തരും പങ്കെടുത്ത് ദൈവാനുഗ്രഹം അയച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ബലഹീനത ചെയ്തുപോയിട്ടുള്ളതായ എല്ലാ പാവങ്ങളെ പറ്റി ഓർത്ത് നോക്കി മനസ്സവിച്ചുകൊണ്ട് നമുക്ക് മൗനമായിട്ട് യേശുവിനോട് എല്ലാ പാവങ്ങൾക്കും മാപ്പപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞാൻ വളരെയേറെ പാവം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനായ പരിശുദ്ധവലയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാവങ്ങൾ പൊറുത്ത് നമ്മൾ ഇന്നത്തെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർ ശാന്തിയോടെ. അങ്ങയെ
സ്തുതിക്കുന്നു. അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. മഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈ ഇതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വലോകരാജനേ. സർവശക്തനാം ദൈവമേ കാരണമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാതേവസൂനുവേ കർത്താവാം യേശുക്രിസ്തു. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ കാരണം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനികന്താവേ കാരുണ്യത്തൂകണി ഞങ്ങളെ. ലോകത്തിൻ പാവനികന്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. ഭാഗത്തിരുന്നീടും ഞങ്ങൾ തന്റെ ക്ഷകമേശ്വരി കാരുണ്യത്തൂകണി ഞങ്ങളെ. സത്യസ്വരൂപം പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമീശ്വരി. അങ്ങ് മാത്രം പരിപാവനം. അങ്ങ് തനികനാഥനം. അങ്ങ് മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിത്യാഘോഷത്തിൻ്റെ അനുഷ്ഠാനത്താൽ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലുമുള്ള അങ്ങേ സാർവത്രിക സഭയെയും അങ്ങ് പവിത്രീകരിക്കുന്നുവല്ലോ. ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ചൊരിയണമേ. സുവിശേഷം ആദ്യമേ പ്രഘോഷിക്കപ്പെട്ടപ്പോൾ പ്രവർത്തിച്ച ദൈവീകാരുണ്യം ഇപ്പോഴും വിശ്വാസഹൃദയങ്ങളിലൂടെ ചൊരിയാൻ ഇടയാക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്ന ദൈവമായി ജീവിച്ച് വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അപ്പോസ്തലന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമീപിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിനാവ് പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലയരല്ലേ?
നാം എല്ലാവരും താങ്കളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ? പാർത്തിയക്കാരും മേദിയക്കാരും എലിമിയക്കാരും മെസോപ്പൊട്ടാമിയൻ നിവാസികളും യൂദായിലും കപ്പദോക്യയിലും പോന്തിയൂസിലും ഏഷ്യയിൽ താമസിക്കുന്നവരും ഫ്രിജിയയിലും പാംഫിലിയയിലും ഈജിപ്തിലും കിറോനയുടെ ലിബിയ പ്രദേശങ്ങളിൽ നിവസിക്കുന്നവരും റോമയിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രൈസ്തവരും അറബിയരുമായ നാം എല്ലാവരും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ ഭാഷയിൽ കേൾക്കുന്നല്ലോ. കർത്താവിന്റെ വചനം. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവെ, അങ്ങ് അത്യുന്നതനാണ്. കർത്താവെ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച് പൂഴിയിലേക്ക് മടങ്ങുന്നു. അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവൾ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവിന്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ. കർത്താവ് തന്റെ സൃഷ്ടിയിൽ ആനന്ദിക്കട്ടെ. എന്റെ ഈ ഗാനം അവിടുത്തെ പ്രീതികരമാകട്ടെ. ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങൾ ഉണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോട് കൂടെ. നീ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആഴ്ചയുടെ ആദ്യ ദിവസമായി അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദനെ ഭയന്ന് കതകടച്ച് ഇരിക്കെ യേശു അവന്ന് അവരുടെ മധ്യം നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. പ്രിയ സഹോദരി സഹോദരന്മാരെ, സഭയിൽ നമ്മളിന്ന് പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്.
യേശുനാഥൻ പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ, മുൻകൂട്ടി പ്രവചിച്ചതുപോലെ മരിച്ചതിന് ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം 40 ദിവസം ശിഷ്യന്മാരെ ഉത്ബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്. യേശുനാഥൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് ശേഷം 10-ാം ദിവസമാണ് പരിശുദ്ധാത്മാവിനെ അവരുടെ പക്കലേക്ക് അയച്ചു കൊടുത്തത്. നിങ്ങൾക്കൊരു ആശ്വാസകൻ, നിങ്ങൾക്കൊരു സഹായകനെ ഞാൻ സ്വർഗത്തിൽ നിന്ന് അയച്ചു തരും എന്നുള്ളതായ വാഗ്ദാനം യേശുനാഥൻ സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് അപ്പോസ്തലന്മാർക്ക് നൽകിയിരുന്നു. ആ ആഹ്വാന പ്രകാരമാണ് പരിശുദ്ധാത്മാവിനെ യേശുനാഥൻ അപ്പോസ്തലന്മാരുടെ മേൽ വർഷിച്ചത്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർക്കുണ്ടായ മാറ്റം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. യേശുനാഥൻ അവരിൽ നിന്നും അകന്നു പോയതിനു ശേഷം, യേശുവിൻ്റെ മരണശേഷം അപ്പോസ്തലന്മാർ ഭീരുക്കളെ പോലെയാണ് വ്യാപരിച്ചത്. യേശുവിനെ വധിച്ചതുപോലെ യഹൂദ പ്രമാണികളും തങ്ങളെ വധിക്കുമെന്നുള്ളതായ ചിന്തയെല്ലാം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യഹൂദന്മാരെ ഭയന്ന് ഭീതിയോടുകൂടി അവരെ കഴിഞ്ഞിരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നതിന് ശേഷം അവർ ശക്തിയും വിശ്വാസവും സ്ഥിരതയും എല്ലാം ലഭിച്ച വ്യക്തികളെപ്പോലെ വ്യാപരിക്കുന്നതായിട്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷമാണ് യേശുനാഥൻ അവർ പ്രഘോഷിക്കുന്നത്. യേശുവിന് വേണ്ടി മരണം വരിക്കാൻ പോലെ സന്നിധരായ വ്യക്തികളെപ്പോലെ അവർ മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതാണ് സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നത്. സഭയിൽ നിന്ന് പരിശുദ്ധാത്മ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കരിസ്മാന്റെ പ്രസ്ഥാനത്തിലൂടെ സഭയുടെ പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ വ്യക്തമായി കാണുന്നത്. ധ്യാനത്തിൽ പങ്കെടുത്ത പല വ്യക്തികളും അവരുടേതായ പാവവഴികൾ ഉപേക്ഷിക്കുവാനും എല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിതമായ ജീവിതം നയിക്കാൻ ഇന്ന് മുന്നോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവരുടേതായ ദുർഗുണങ്ങളും മദ്യപാനവും അതുപോലെയുള്ള ദുർഗുണങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് പരിപൂർണമായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പൊതുസൃഷ്ടിയായിട്ട് മാറുന്നതായ സംഭവങ്ങൾ അനുദിനം എന്നോടെ നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. അങ്ങനെ പുതിയ മനുഷ്യരായിത്തീരുന്ന ആ വ്യക്തികളിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യേശുവിനെ പ്രഘോഷിക്കുവാനും യേശുവിനെ സാക്ഷ്യം വഹിക്കുവാനും സന്നദ്ധരായ ജീവൻ നയിക്കുന്ന വ്യക്തികളായിട്ടാണ് അവർ മാറിയിരിക്കുന്നത്. അതുതന്നെയാണ് പരിശുദ്ധാത്മാവ് ഇന്നും നമ്മളിൽ വസിക്കുന്നു എന്നതിൻ്റെ പ്രധാന ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തികളാണ് യേശുവിനെ സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളുടെ ഇന്ന് മാറിയിരിക്കുന്നത്. അവരാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ഇന്ന് വസിക്കുന്നു എന്നുള്ളതിന് സാക്ഷ്യം നൽകത്തക്കവണ്ണമുള്ളതായ പ്രവർത്തനങ്ങൾ നമുക്ക് സഭയിൽ കാണാൻ സാധിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് ഇന്നും സഭയിൽ ജീവിക്കുന്നുണ്ട്, സഭയിൽ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് വിശ്വാസസ്ഥിരതയും അതുപോലെ വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിക്കേണ്ടതായ മനോഭാവമെല്ലാം ഇന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ വരത്താലാണ്. ആ ആദിമസഭയിലൂടെ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലൂടെയും ഇന്ന് സഭയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. സഭയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായ വ്യക്തികളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. വിശ്വാസം സ്ഥിരീകരിക്കുക, വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിക്കുക, വിശ്വാസത്തെ പ്രതി മരണം വരിക്കാനും ഒരു സന്നദ്ധമായിക്കൊണ്ടുള്ളതായ ജീവിതം കെട്ടിപ്പടുക്കുക. അങ്ങനെയുള്ളതായ ഒരു ജീവിതത്തിലൂടെയാണ് നമ്മൾ യേശുവിനെ പ്രഘോഷിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്നതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യേണ്ടത്. അത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവ് നമ്മൾ എഴുന്നള്ളി വരുന്നതിന് വേണ്ടിയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ നമുക്ക് സഭയിലൂടെ ലഭിച്ച വിശ്വാസം സംരക്ഷിക്കുവാനും ആ വിശ്വാസം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കേണ്ടതായ മനോഭാവമെല്ലാം നമുക്ക് കരസ്ഥമാക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവുമായ അവിടുന്ന് വഴി സർവ്വ സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനെ കനികാമരത്തിൽ സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധതകളനുസരിച്ച് 3-ാം ദിവസം ഒരുക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ
അവിടുന്ന് ബന്ധത്തോട് വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവും ജീവിതാതാവും പിതാവിൽ നിന്ന് പുത്രന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും ശ്രദ്ധിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ചെയ്യും. മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകൾ യാതന ശ്രവിച്ച അവിടുന്ന് നമ്മളുടെ യാതനകളും ശ്രവിക്കാനിടയാകുമാറാകട്ടെ. നല്ല ഇടയൻ ഭരമേൽപ്പിച്ച അജഗണത്തെ നമ്മളുടെ ആത്മാക്കളുടെ അജപാലകന്മാർ കൂടുതൽ തീക്ഷ്ണതയോടെ നയിക്കാനിടയാക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കൃഷ്ണനാഥൻ പ്രദാനം ചെയ്ത സമാധാനം ലോകം മുഴുവനും പരിപൂർണമായി അനുഭവിക്കാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രൂശിതനായ നമ്മുടെ സഹോദരർ സ്വന്തം വേദനകൾ ആർക്കും തങ്ങളിൽ നിന്ന് ഏറ്റെടുക്കാൻ കഴിയാത്ത സന്തോഷമായി തീർക്കാൻ ഇടയാക്കണമെന്ന് കർത്താവെ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ വിശ്വാസ സ്ഥിരതയോടുകൂടിയുള്ളതായി ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ട അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഈ സമൂഹം അതിരറ്റ വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഇക്കാലയളവിൽ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തെ വിധേയമാണെന്ന് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. അങ്ങേ വിളിച്ചപേക്ഷിക്കേണ്ട അപേക്ഷകൾ ശ്രവിക്കുകയും അങ്ങനെ വിശ്വസിക്കേണ്ട യാതനകൾ അനുഗ്രഹത്താൽ സാധിച്ചു കൊടുക്കുകയും ചെയ്യണമേ. കർത്താവായി ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളയണമേ. ആമേൻ. ഞാൻ സമർപ്പിക്കുന്നു സാഗരം നിന്നർപ്പിക്കുന്നു അർപ്പിക്കുന്നു. ഞാൻ സമർപ്പിക്കുന്നു സാഗരം നിന്നർപ്പിക്കുന്നു. ഉള്ളതും ഉള്ളതും പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു. ഉള്ളതും ഉള്ളതും പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു. സഹോദരനെ നമ്മൾ അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മോട്ടത്തിരിച്ചവരും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്നും ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ് അങ്ങേ പുത്രന്റെ വാഗ്ദാനം അനുസരിച്ച് പരിശുദ്ധാത്മാവ് ബലിയുടെ രഹസ്യം സമൃദ്ധമായി വെളിപ്പെടുത്താനും എല്ലാ സത്യങ്ങളും കാരുണ്യപൂർവ്വം അനാവരണം ചെയ്യാനും അനുഗ്രഹിക്കണമേ. കർത്താവായി ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യരക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങ് പെസഹ രഹസ്യം പൂർത്തീകരിച്ചുകൊണ്ട് അങ്ങേ ഏകജാതിൻ്റെ സംസർഗത്തിലൂടെ ദത്തുപുത്രരാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഇന്ന് പരിശുദ്ധാത്മാവിനെ വർഷിക്കുകയും ചെയ്തുവല്ലോ. സഭയുടെ ആരംഭം കുറിച്ച് അവിടുന്ന് സകല ജനതകൾക്കും ദിവ്യജ്ഞാനം പ്രദാനം ചെയ്യുകയും
വ്യത്യസ്തമായ ഭാഷകൾ ഒരേ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്താൽ ഒന്നായി തീർക്കുകയും ചെയ്തുവല്ലോ. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശാക്തിയന്മാരും മാലാഖവൃന്ദങ്ങളും അവിരാമം സൂചിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നുചേർന്ന് ആലപിക്കുന്നു. കർത്താവെ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായ പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിനെ ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുനിന്നും അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുവൽക്കാഴ്ചകൾ അതേയാത്മാവൻ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദൈവപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദൈവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനെ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ രക്തത്തിൽ പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുകാരാഞ്ഞളർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവും ആയ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. പിതാവാ ദൈവം നമുക്ക് മാപ്പ് നൽകുന്നതിനും നമ്മൾ പരസ്പരം ക്ഷമിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതിനും വേണ്ടി നമുക്കിപ്പോൾ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ നിന്നുള്ള വീണ്ടും ഒരാഹാരം നിങ്ങൾക്കു നൽകുമാറായിരേ. അങ്ങേതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾക്ക് ദ്രോഹവും നീ ക്ഷമിക്കാം. പരീക്ഷയിലും തിന്മയിൽ നിന്നും കാത്തിടണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിവസങ്ങളിൽ സമാധാനം കനുവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളിയ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാവങ്ങളെല്ലാം പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം നിരക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കെ വാഴും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ഞങ്ങളിൽ
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കു ചൊരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. എല്ലാവരും പരിശുദ്ധാത്മാവിലും നിറയപ്പെട്ടു. ദൈവത്തിന് അത്ഭുത പ്രവൃത്തിയിൽ അവർ വിവരിച്ചു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അങ്ങേ സഭയ്ക്ക് സ്വർഗീയ ദാനങ്ങൾ പ്രദാനം ചെയ്യുകയും അങ്ങ് നൽകിയ കൃപ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ദാനം ശക്തമാകാനും ആത്മീയ ഭോജനം നിത്യമായ പരിത്രണത്തിൻ്റെ വർധനയ്ക്ക് ഉപകരിക്കാൻ ഇടയാക്കി തീർക്കുകയും ചെയ്യണമേ. എല്ലാ സ്വർഗീയ ദാനം ഞങ്ങളിലേക്ക് വർഷിക്കുകയും എല്ലാ പൈശാശക്തികളിൽ നിന്ന് പകർച്ചവ്യാധികൾ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് ഞങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദൈവപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മഴ പിടിച്ച പരമപിതാവേ പിന്മഴ നൽകായി മഴ പിടിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണന്നു വില ചെയ്തിടാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണന്നു വില ചെയ്തിടാം. അറിയോളം പോര വലിയൊരു ജീവൻ നദിയൊഴുകാം. അറിയോളം പോര വലിയൊരു ജീവൻ നദിയൊഴുകാം. നീന്തിയിട്ടല്ലാതെ കടപ്പൻ വയ്യാത്ത നിരുറവയെന്നോ തുറക്കനാകാം. നീന്തിയിട്ടല്ലാതെ കടപ്പൻ വയ്യാത്ത നിരുറവയെന്നോ തുറക്കനാകാം. കുസ്തനാളിൽ മുൻമഴ പിടിച്ച
പരമ